കണ്ടോ ഇങ്ങനെ ഇളക്കി എടുക്കാൻ കുറച്ച് നല്ലോണം വെന്തിങ്ങനെ ആരും ഒരിക്കലും നമ്മുടെ മക്കളുടെ ഭാവി മോശമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരൻസും ഉണ്ടാവത്തില്ല. എവിടം വരെ പോയി നോക്കിയോ വീട് അവിടെ അങ്ങോട്ട് പോകും. ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറ. സ്വാഗതം പറയാം, ഹലോ മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ഇന്നൊരു വീക്കെൻഡ് ആണ്, നമ്മളെല്ലാരും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം, കുട്ടനെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു ദിവസം. അപ്പൊ നല്ല സ്നോഫോൾ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് വെളിയിലൊന്ന് ഇറങ്ങിയതാണ്. നല്ല സ്നോഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസത്തിന് ശേഷം ഇന്ന് നന്നായിട്ട് വീഴുന്നുണ്ട്. എല്ലാ സ്നോയ്ക്കുന്ന നല്ല ഷേപ്പും ഉണ്ട്. അപ്പൊ ഏവക്കുട്ടന്റെ മനോരഞ്ജന് വേണ്ടി ഞങ്ങളൊന്ന് വെളിയിൽ ഇറങ്ങിയതാണ്. തട്ടിക്കളയുന്നുണ്ട്. എന്റെ മേത്ത് വീണ സ്നോ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം എല്ലാ സ്നോ ഫ്ലെക്സിനും നല്ല ഷേപ്പാണ്, കറക്റ്റ് ഷേപ്പ് ഉണ്ട്. ഇതുണ്ടോ വിനോദിന്റെ ജാക്കറ്റിലൊക്കെ എന്റെ പൊന്നെ, ഓരോന്നിനും ഓരോ ഷേപ്പാണ്. ഒരെണ്ണം പോലും മറ്റൊരെണ്ണത്തിനെ പോലെ ആവത്തില്ല, എല്ലാം വ്യത്യസ്തമാണ്. അതെ കണ്ടില്ലേ, അയ്യോ എന്തൊരു രസമാണെന്നറിയോ, വന്ന് പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ്. ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിച്ചത്. എന്തൊരു പൊക്കിയാ നോക്കി, അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നത് എവിടെ ഗ്ലൗസിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു വെച്ചേക്കുന്ന പോലാണ്. എല്ലാ സ്നോ ഫ്ലേക്സും വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളാണ്. ഇപ്പൊ വീണെന്ന് കണ്ടോ, അത് വേറെ ഷേപ്പ്, അങ്ങനെ എല്ലാം പല പല ഷേപ്പുകൾ. ചിലതിനൊക്കെ നല്ല രസമാണ് കാണാൻ അല്ലേ, ഭയങ്കര ഭംഗിയാണ്, ഒരു മാജിക് പോലെ തോന്നും. എന്താ പറയാ, നമ്മുടെ കണ്ണുകളെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തോന്നും. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരും ഇതുപോലെ സ്നോഫോളുള്ള സ്ഥലത്താണ്, കാശ്മീരിലാണ് അല്ലെ പല സ്ഥലങ്ങളിലാണ്, അവിടെ ഒന്നും ഇതുപോലെ സ്നോയിൽ ഷേപ്പ് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നല്ല തണുപ്പ് ഹ്യൂമിഡിറ്റി ഒക്കെ ആശ്രയിച്ചിരിക്കുന്നതിന്റെ ഷേപ്പ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് വരുന്നത്. അപ്പൊ എന്താ ഇവിടെയാണ് ഇന്ന് നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. നമ്മൾ എന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടത്. കാരണം ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. വിനോദാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്നെക്കാളിലും മുൻപേ വന്നതാണ്, ഒരുപാട് തവണ സ്നോഫോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിനോദ് ഒരിക്കൽ പോലും വിനോദം ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കണ്ട് ശ്രദ്ധിച്ചതിന് ശേഷമാണ് വിനോദ് അത് ശ്രദ്ധിച്ചത്. അതെ, പക്ഷെ അതിന് മുന്നേ നമ്മൾ സ്നോയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഉച്ചയ്ക്ക് എവിടെയോ പോയപ്പോഴാണ് പ്രഗ്നന്റ് ആയിട്ട് ഇരുന്ന സമയത്ത് ആ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്, എന്റെ പഴയ ഫോണിൽ കിടപ്പുണ്ട്. അന്നേരമാണെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ആ വീഡിയോ കാണാനാണെങ്കിൽ ചെറിയൊരു നാണമുണ്ട്. എന്നു പറയട്ടെ, നമ്മളിങ്ങനെ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഹോർമോൺസിലൊക്കെ വരുന്ന മാറ്റം കൊണ്ടാവും ഞാനിങ്ങനെ കൊഞ്ചി കുഴഞ്ഞു ഒന്നും സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല. പക്ഷെ അന്ന് എന്താ പറയുന്നത്, ആ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന മാറ്റം കൊണ്ടാവാം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ കൊഞ്ചിയാണ് അതിൽ സംസാരിക്കുന്നത്. എനിക്ക് തന്നെ കാണുമ്പോൾ നാണം തോന്നും. അതുകൊണ്ടാണ് ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പൊ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ സ്നോഫ്ലേക്സിന്റെ ഷേപ്പ് കാണുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് പലരും ഇത് നോക്കുന്നുണ്ട്, അവരൊക്കെ നമ്മൾ കമന്റ് ഇട്ടേ അല്ലേ? അതെ, ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സ്നോ വീഴുമ്പോ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും, എപ്പോഴും. അതായത് ഞങ്ങൾ പകല് വെളിയിൽ ഇറങ്ങുമ്പോൾ സ്നോ വീഴുവാണെങ്കിൽ ഞങ്ങൾ പോയി ശ്രദ്ധിക്കുക, എന്നിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കും, കുട്ടനെ കാണിച്ചു കൊടുക്കും. അതെ, ഏവമോക്ക് ഇതൊക്കെ ഒരു വലിയ എന്താ പറയുന്നത് നല്ല ഒരു കാര്യമല്ലേ, അവർക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ അവളെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഇപ്പോഴും വിന്ററിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. സ്നോ മാറ്റുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ഈ ഒരു തണുപ്പിനെ അതിജീവിക്കാനും ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുന്നത് ആക്ടിവിറ്റീസ് ഒക്കെ അവളെ സഹായിക്കും. വളർന്നു വരുമല്ലേ, അപ്പൊ അവൾ ഇവിടെ വളരേണ്ട കുട്ടിയാണ്. അപ്പൊ ഈ ഒരു കാലാവസ്ഥയായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞങ്ങൾ കുട്ടികളും ഒക്കെ ആയിട്ടൊക്കെ വരാൻ പോവാണ് ഇങ്ങോട്ട്, അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. അത് സാരമില്ല, വന്നു കഴിയുമ്പോഴത്തേക്ക് പതിയെ പതിയെ അഡാപ്റ്റ് ആയിക്കോളും. എല്ലാരും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഈ നാട്ടിലൊക്കെയാണ് ജനിച്ചു വളർന്നത്. അപ്പം തിരിച്ചിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏതൊരു കാലാവസ്ഥയായിട്ട് ഇണങ്ങി ചേരും. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ഒരു ശരീര പ്രകൃതി, അങ്ങനല്ലേ. എവിടെ പോയാലും നമ്മൾ സർവൈവ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പൊ എല്ലാരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇത്ര ഇരുട്ടായിട്ടുള്ള നാട്, ഇത്രയും തണുപ്പുള്ള നാട്. അപ്പൊ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഇവിടെ തണുപ്പാണ് ഇരുട്ടാണ് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ മൊമെന്റിലും എന്താണ് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബോറടിയും തോന്നിയിട്ടില്ല ഇന്നേ വരെ, അല്ലേ? നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടാറുണ്ട്, അയ്യോ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് യാതൊരുവിധ സങ്കടങ്ങളില്ല, ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം എന്താ പറയുന്നത്, ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളെ പോലെ സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾ രണ്ടുപേരും
ഇതൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഫെയറി ടെയിൽ സ്റ്റോറി പോലെയായിരുന്നു ഇങ്ങനത്തെ ഒരു ലൈഫ്. അപ്പം ഇവിടൊക്കെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ട് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരെയും നമുക്ക് അറിയാം. അപ്പം അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ആൾക്കാരുടെ മെന്റാലിറ്റി പോലെ ഇരിക്കും, എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി കാണുന്നു. ഞങ്ങളെല്ലാം മാക്സിമം പോസിറ്റീവായിട്ട് നോക്കി കാണാൻ ശ്രമിക്കുന്ന, എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടൊന്നുമില്ല. ഫുൾ ടൈം ഇങ്ങനെ സ്നോയിൽ കളിക്കാം. പിന്നെ ഏവമാണെങ്കിൽ ഇവിടെ ആവശ്യത്തിന് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെ. പുള്ളിക്കാരി UK-ലുള്ളതാണ്. ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞിന്റെ ലൈഫ് എന്തോ നമ്മൾ സ്പോയിൽ ചെയ്യുവാണല്ലോ, ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സ്പോയിൽ ചെയ്യുവാണല്ലോ. അപ്പൊ അവര് ശരിക്കും അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നത് UK-യുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, അവിടുത്തെ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, ഫിൻലാൻഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പുള്ളിക്കാരി. ഫിൻലാൻഡ് UK-യും കൂടി കമ്പയർ ചെയ്തിട്ടാണ്. അപ്പൊ അത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. കാരണം ഇവിടുത്തെ ഒരു കാര്യത്തെ പറ്റി പുള്ളിക്കാരത്തേക്ക് യാതൊരു അറിവില്ല. ഞാനും അത് കണ്ടിരുന്നു ആ കമന്റ്. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടിയുടെ നമ്മുടെ യവമോടെ ഭാവി കളയാണ് ഇവിടെ. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരുപാട് കുട്ടികളുമായിട്ട് കളിച്ചു വളരേണ്ട കുട്ടിയാണ് ഏവമോള്. ശരിക്കും ഒരുപാട് കുട്ടികളുമായിട്ട് തന്നെയാണ് കളിച്ചു വളരുന്നത്. ഏവയ്ക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഡേ കെയറിൽ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ വീക്കെൻഡിൽ മാത്രമാണ് ഇങ്ങനെ വീട്ടിൽ കിട്ടുന്നത്. ശനി ഞായറും മാത്രമാണ് ഏവ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ പുറത്ത് പോകാറുണ്ട്. നമുക്ക് ഒരുപാട് ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്ത് പോകാറുണ്ട്. പിന്നെ ഡേ കെയറിൽ ആവശ്യത്തിന് ഫ്രണ്ട്സ് ഉണ്ട്. അതെ, പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഒരുപാട് അടുത്തടുത്തായിട്ട് ഒരുപാട് മലയാളി ഫാമിലീസ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർ കുട്ടികളുണ്ട്, അവരെല്ലാവരുമായിട്ട് ശരിക്കും മിങ്കിൾ ചെയ്താണ് അവർ കഴിയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം മലയാളി ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ നമ്മൾ എവിടെയാണോ ചെല്ലുന്നത്, ഞങ്ങൾ ഇതിന് മുൻപ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചാണ്. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് ഒരുപാട് മലയാളി സുഹൃത്തിനെക്കാളും അവിടെ ഉള്ളവർ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് തന്നെയാണ്. ഇതിപ്പോ മലയാളി ആണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു വേർതിരിവ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ ആരും വേർതിരിച്ച് ഇതുവരെയും കണ്ടതായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഫിനിഷുകാർ, എല്ലാവരും പറയുന്നത് എല്ലാവരും സത്യമുള്ള കാര്യമാണ്. ഫിനിഷുകാർ കുറച്ച് എന്താ പറയുന്നത്, അതെ, അവര് കുറച്ച് സോഷ്യൽ അല്ല. അപ്പം അത് സത്യമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ചുറ്റിലുമുള്ള ഫിനിഷുകാരെല്ലാം ഭയങ്കര സോഷ്യലാണ്. നമ്മുടെ വീഡിയോ തന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ നമ്മൾക്ക് എന്തോരം ഫിനിഷ് ഫ്രണ്ട്സ് ഉണ്ട്, ആരൊക്കെ നമ്മളുമായിട്ട് വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം ഇവർ കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ സ്വന്തം പേഴ്സണൽ സ്പേസിൽ ജീവിക്കാൻ ആൾക്കാരാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് മലയാളി സുഹൃത്തുക്കൾ ഇവിടെ ഇല്ല, അങ്ങനെയുള്ളൊരു ഫീല് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാരും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും അല്ലേ? അതെ, നമ്മുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാരും പല രാജ്യക്കാരും വേറെയുണ്ട്. അപ്പം എല്ലാരും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇപ്പൊ അന്യ ഫാമിലി ആണെങ്കിൽ പോലും ഏറ്റവും ഞങ്ങൾക്ക് അന്യ ഫാമിലി ഞങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, അവർ ഞങ്ങൾക്ക് ഫാമിലി തന്നെയാണ്. അവര് ഞങ്ങൾക്ക് കാരണം ഏവമോടെ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് തന്നെ ഉള്ളത് അവര് തന്നെയാണ്. അപ്പൊ ഞങ്ങള് എവിടെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും ഏവമോടെ ഡേ കെയറിൽ നിന്ന് വിളിക്കാൻ എല്ലാ പെർമിഷനും ഉള്ള ഫാമിലിക്കും മാത്രം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റയറാണ് ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ വന്നിട്ട് ഫിൻലാൻഡിൽ കിട്ടുക എന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത്രയ്ക്ക് ഫ്രീഡം ഉള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ ഞങ്ങൾ അത്രയ്ക്ക് എന്താ പറയുന്നത്, അങ്ങനെ ആയതുകൊണ്ടാവാം ഞങ്ങൾക്കും അങ്ങനെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുള്ളത്. എല്ലാ ഫ്രണ്ട്സും കിട്ടും. അന്യ ഫാമിലി മാത്രമല്ല, വേറെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിലേക്ക് ക്യാമറയിലേക്ക് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഷൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം പുള്ളിക്കാരുടെ കമന്റ് നിന്ന് ഞാൻ പോയി. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്, ഒരുപാട് ഓണം അതുപോലെയുള്ള ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും ഒരുമിച്ച്. അപ്പം ഞങ്ങളും ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. മലയാളികൾ ഇല്ല എന്നുള്ളൊരു കുറവായിട്ട് ഞങ്ങൾക്ക് അത് തോന്നിയില്ല. മലയാളികൾ ഇവിടെ ഇല്ലാന്നല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല. അതെ, ഫിൻലാൻഡിൽ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്, എല്ലാവരും നല്ല രീതിയിൽ എല്ലാ പരിപാടികളും ചെയ്യുന്നതും ഒക്കെയാണ്. പക്ഷെ നമ്മളടുത്തേക്ക് പോകാറില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണമാണ്. ഓണത്തിന് നമ്മൾ എന്തായാലും നാട്ടിലായിരിക്കും. ക്രിസ്മസിന് പിന്നെ നമുക്ക് ഇവിടെ ഫിനിഷ് ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാരെ നിർത്തിയിട്ട് നമ്മൾ വേറെ മലയാളികൾ ഉണ്ടോ എന്ന് തിരക്കി ഞങ്ങൾ പോകുന്നില്ല. ഒരാളെ ഞങ്ങൾ മലയാളി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വേറൊരാളായിട്ടോ ഞങ്ങൾ മനുഷ്യരായിട്ടാണ് കാണുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ മനുഷ്യരായിട്ടാണ് കാണുന്നത്. പിന്നെ പറഞ്ഞത് ഏവക്കുട്ടന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത്. ഒരു മാതാപിതാക്കളെ ഒരിക്കലും മക്കളുടെ അതിപ്പോ നല്ല മാതാപിതാക്കളായിക്കോട്ടെ ചീത്ത മാതാപിതാക്കളായിക്കോട്ടെ, ചീത്ത എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി ഒരിക്കലും ചീത്തയാവത്തില്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ആരും ഒരിക്കലും നമ്മുടെ മക്കളുടെ ഭാവി മോശമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരൻസും ഉണ്ടാവത്തില്ല. അതെ,
ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചു അത് ശരിക്കും നമുക്ക് എന്തായാലും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത്. അതുകൊണ്ട് ഇവിടെ ഒരാളത് എന്തായി കാണിക്കുന്നത്? അവളെ ഇതൊന്നും ബാധിക്കുന്നത് അല്ല, അവളെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എൻജോയ്മെന്റ് ആണ്. ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും പുള്ളിക്കാരി വെളിയിലാണ്. അതെ, അപ്പൊ നമ്മള് പനിയാന്ന് കരുതി വെളിയിലൊന്നും ഇറക്കാവുന്ന ഇരിക്കുന്നില്ല. കുറച്ച് നേരം ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേരൻസ് ഒരിക്കലും മക്കളുടെ ഭാവി ചീത്തയായി പോകണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് തന്നെ വേണം പറയാം. അപ്പം ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏവമോക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ലൈഫാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ വേൾഡിലെ നമ്പർ 1 എഡ്യൂക്കേഷൻ ആണ് ഇവിടുത്തെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ യാതൊരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും കൂടുതൽ നല്ലത് ഇവിടെ കുട്ടികൾക്കാണ്. അത് 18 വയസ്സ് വരെ എല്ലാവിധ സംവിധാനങ്ങളും, മെഡിക്കൽ, എഡ്യൂക്കേഷൻ, എല്ലാ സോഷ്യൽ സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും മുൻഗണന. കണ്ടത് ഏവയാണെങ്കിൽ ഇതുണ്ടാക്കി കേട്ടോ, സ്നോ ഏഞ്ചൽ ഉണ്ടാക്കി. സൂപ്പർ സ്നോ ഏഞ്ചൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് തണുപ്പാണ് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കുന്നില്ല. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ലൈഫാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞിന് മോശമായി പോകണമെന്ന് ഒരിക്കലും ഒരു മാതാപിതാക്കളും കരുതത്തില്ല. അങ്ങനെ ഒരിക്കലും പറയുകയും ചെയ്യരുത്. നമ്മളാരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ട് അയാളെ ജഡ്ജ് ചെയ്യുക, അയാളുടെ മോശം പറയുക, അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളിൽ ഇടപെടുക, നെഗറ്റീവ് പറയുക, അല്ലേ? പക്ഷെ അത് ഭയങ്കര കോമൺ ആണ്, മനസ്സിലായോ? നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇതൊക്കെ കോമൺ ആണ്. ഇതൊന്നും അത് മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലായോ? നമ്മള് പക്ഷെ ഒരു അവയർനെസ് അത്രയേ ഉള്ളൂ. അതായത് അവര് ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ, മനസ്സിലാവുമോന്ന് അറിയത്തില്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ നെഗറ്റീവ് കമന്റിനൊന്നും അങ്ങനെ ഒരുപാടൊന്നും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അതങ്ങനെയാണ്. സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അവകാശമുണ്ട് ട്രോൾ ചെയ്യാനും കളിയാക്കാനും ഒക്കെ ഉള്ളത്, മനസ്സിലായില്ലേ? അത് നമ്മള് പോസിറ്റീവ് മൈൻഡിൽ എടുക്കാം. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നേ ഉള്ളൂ. കാരണം അതൊരു അറിവില്ലായ്മയല്ലേ. അതായത് ഒരു കുഞ്ഞിപ്പോ അങ്ങനെ ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അത്. ഞാൻ പറയട്ടെ, ചെറിയ ചെറിയ കമന്റ്സ് ഒന്നും അല്ല. ഇതൊരു എസ്സേ പോലെ ഇങ്ങനെ എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറുപടി പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയ ശരിക്കും ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മീറ്റും കാര്യങ്ങളും ഒക്കെ കഴിച്ച് കൊളസ്ട്രോൾ ഉണ്ടാവും. കൊളസ്ട്രോൾ ഉണ്ടാകാൻ ഇപ്പൊ ഏത് നാട്ടിൽ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കൊളസ്ട്രോൾ ഇല്ലേ? കാർഡിയാക് യൂണിറ്റിൽ വർക്ക് ചെയ്ത ഒരാളാണ്, എനിക്കറിയാം. പ്രത്യേകിച്ചും എന്തോരോ ആൾക്കാർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് പ്രോബ്ലംസും കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാവുന്നത് എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്, ഇന്ത്യയില്, അതായത് ഭക്ഷണ രീതിയാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ജീവിക്കുക. അതിപ്പോ എവിടെ ആണെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നടുത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ വരും, അല്ല ഇന്നടുത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഓക്കെ ശരിയാണ്, സമ്മതിക്കുന്നു. വെട്ടക്കുറവുകൊണ്ടും സൂര്യപ്രകാശക്കുറവുകൊണ്ടും നമുക്ക് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് സപ്ലിമെന്റ്സ് എല്ലാരും എടുക്കുന്ന കാര്യമാണ്. ഏതൊരാൾക്കും അറിയാം. ഇതുപോലെ ഫിൻലാൻഡിൽ മാത്രമല്ല, ആദ്യത്തെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടായിക്കോട്ടെ, സ്നോ ഏഞ്ചൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരിയുടെ കമന്റ് ഞാനൊന്ന് വായിക്കാവേ. വലിയ കമന്റ് ആണ്, എസ് പോലൊരു കമന്റ്. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കമന്റുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഒരുപാട് കമന്റ് ഇങ്ങനത്തെ വരാറുണ്ട്. പക്ഷെ ഇത്രയും വലുതായിട്ട് ഒരുപാട് എഴുതിയപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എഴുത്തിനൊരു ഇത് എടുക്കണമല്ലോ. കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ, അപ്പൊ മറുപടി എന്തായാലും അർഹിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മറുപടി ചെയ്യാന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറുപടി ചെയ്യാന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറയുന്നത് നിങ്ങളുടെ എല്ലാ വീഡിയോയും നല്ലതാണ്, പക്ഷെ ആ കൊച്ചിന്റെ ഭാവി കൂടി കളയുകയാണല്ലോ. നിങ്ങൾ ആ ഭാവി കൂടി കളയുകയാണല്ലോ. ഈ പ്രായത്തിൽ ആ കൊച്ചു കുറെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഹാപ്പിയായി കളിച്ചു നടക്കേണ്ട പ്രായമാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ഏമോക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഏമോടെ ഡേ കെയറിലാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഏമോളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അവിടെ എല്ലാവരും. നമുക്കൊരു റേസിസം കാര്യങ്ങളും ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. ഏമോളെ അത്രയ്ക്ക് അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ കൂടി എല്ലാരും ഏവയായിട്ട് കൂട്ടുകൂടാനാണ് അവിടെ. കുറെ കുട്ടികളുണ്ട്, എല്ലാരെയും എനിക്കറിയാം. അപ്പൊ എവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ എവിടെ ഡേ കെയറിൽ? എവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അൽവറി. കണ്ടോ? പിന്നെ ആരാ ഉള്ളത്? എമിലി. അൽവറി എമിലിയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. എമിലിയായിട്ടാണ് ഇപ്പം
കുറച്ച് കൂടുതലായിട്ട് അടുത്ത് കാരണം എവിടെ സെയിം ഏജ് ആണ്. അൽവർ കുറച്ച് പ്രായക്കുറവുണ്ട്. അതെ, അൽവറിന് 2 വയസ്സാണ്, എമിലിന് 3-4 4 വയസ്സുണ്ട്. പിന്നെ അവിടുത്തെ നന്നീസും ആൾക്കാരും എല്ലാവരും ഏമോക്ക് വേണ്ടി പ്രത്യേകം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് അതെ എല്ലാ ദിവസവും 20 മിനിറ്റ്സ് അവർ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏവ നന്നായിട്ട് ഫിനിഷ് സംസാരിക്കും. അതെ, നമ്മള് പ്യൂർ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പൊ അവളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതല്ലേ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കും. ഇപ്പൊ കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ അവളെ അവിടെ അയക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൾച്ചറുമായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ പെട്ടെന്നാണ് എല്ലാം മനസ്സിലാക്കുന്നതും. സ്നോ കഴിക്കണ്ട എല്ലാ കാര്യങ്ങളും കുഞ്ഞിലേ തൊട്ട് വിടുന്നതുകൊണ്ട് അവരുമായിട്ട് വളരെ ഇപ്പം നമ്മുടെ ഡേ കെയറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ശരിക്കും സ്വന്തം മക്കളെ പോലെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. മടിയിൽ ഇരുത്തും, ചില സമയത്ത് കരയാണെങ്കിൽ ഭക്ഷണം വാരി കൊടുക്കും, ഉറങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ശരിക്കും സ്വന്തം മക്കളെ നോക്കുന്ന പോലെയാണ്. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ഇവര് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഫിൻലാൻഡ് അത്രയ്ക്കും എന്താ പറയുക, ഒന്നാമത് വേൾഡിലെ ഹാപ്പിയസ്റ്റ് കൺട്രി ആണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിലും മാത്രമല്ല ഈ നോർഡിക് കൺട്രികളിലെല്ലാം അങ്ങനെയാണെന്നാണ് മനസ്സിലായത്. എല്ലാ കൺട്രീസിലും അങ്ങനെ തന്നെയാണ്. ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഫിൻലാൻഡ് തന്നെയാണ്. അതെ, നമുക്ക് ഈ ലൈഫ് ഒന്നും നമ്മുടെ അത് കാരണം നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ പേരൻസിന് അതെ, അപ്പൊ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആരും മനസ്സിലായില്ലേ. അപ്പൊ ഞങ്ങൾ ജീവിച്ചത് അതുപോലെ ഒരു സാഹചര്യത്തിൽ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം ഞങ്ങൾ ഫൈനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഫാമിലി എന്നുള്ള ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു പോലും ഞങ്ങൾ അന്ന് വേണ്ടാന്ന് വെച്ചത് ഞങ്ങളുടെ ഫാമിലി അത്രയ്ക്ക് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പം ഒരു മകള് ഞങ്ങൾക്കുണ്ട്. ഇപ്പം അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒരാൾ തന്നെ ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കമന്റ് കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഒരു മറുപടി കൊടുക്കണം തോന്നി. പിന്നെ അടുത്ത ബേബിയുടെ കാര്യം ഉടനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. എല്ലാരും ചോദിക്കുന്ന കാര്യമാണ്, പക്ഷെ ഞങ്ങൾ ഇപ്പൊ അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ലൈഫ് കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുന്നത് ഞങ്ങള്. കാരണം ഞങ്ങളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മളുടെ എല്ലാ റിലേറ്റീവ്സിനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഫ്രണ്ട്സിനും ഒക്കെ അതിശയമാണ് നമ്മൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളത്. എല്ലാവർക്കും ഭയങ്കര അതിശയമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ എപ്പോഴും ലൈഫിനെ പറ്റിയുള്ള ഒരു കാൽക്കുലേഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഞങ്ങള് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാവും നമുക്ക് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ബാക്കി കൂടെ ഞാനൊന്ന് വായിക്കാം. എന്തായിരുന്നു അത് കമന്റ്സ് എന്ത് ചെയ്യേ. പിന്നെ പുള്ളിക്കാരി പറയുന്നത് ഞങ്ങൾ UK-ലാണ്, തണുപ്പ് എന്താണെന്ന് നന്നായി അറിയാം. ആൾക്കാർക്ക് ഏറ്റവും ഡിപ്രഷൻ വരുന്ന ക്ലൈമറ്റ് വിന്റർ ആണ്. തീർച്ചയായും ആൾക്കാർക്ക് വിന്ററിൽ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾ വിന്ററിനെ അങ്ങനെ നോക്കി കണ്ടിട്ടില്ല. വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താ പറയുന്നത് സെലിബ്രേഷൻ ആണ്. ഞങ്ങൾ ഒരിക്കലും വിന്ററിനെ അതുപോലെ ഡിപ്രഷൻ അടിക്കുന്ന ഒരു കാലാവസ്ഥയായിട്ടോ ഒരു സീസണായിട്ടോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയം വിന്റർ തന്നെയാണ്. പ്രത്യേകിച്ചും ഫിൻലാൻഡിലെ വിന്റർ കാണാൻ അടിപൊളിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ അല്ല, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഓരോ ആൾക്കാരുടെയും മെന്റാലിറ്റി, ഓരോ കാര്യങ്ങളെ നോക്കി കാണുന്ന കാഴ്ചപ്പാടും അതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കി കാണുന്നത്. ഞങ്ങൾക്ക് വിന്റർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കഴിഞ്ഞ വിന്ററിൽ നമ്മൾ ഇഗ്ലൂ ഉണ്ടാക്കിയില്ലേ, അപ്പം വിന്ററിൽ ഞങ്ങൾ ചെയ്യാത്ത ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. വിന്ററിൽ ഞങ്ങൾ വന്ന കാലം തൊട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതായത് ഏവമോള് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഉണ്ടായ ശേഷം കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. കാരണം അവർക്ക് വേണ്ടിയിട്ട് അപ്പം നാക്കിലേക്ക് വീഴുന്ന സ്നോ തുപ്പിക്കളയാ പുള്ളിക്കാരി. തിന്നരുതെന്ന് പറഞ്ഞതിന് നല്ല അനുസരണയുള്ള കുട്ടി. ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഭയങ്കര ഹാർഡ് വർക്കാ കേട്ടോ. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ വിന്ററിലാണ് നമ്മൾ ഇഗ്ലൂന്റെ വീഡിയോ ചെയ്തത്. അത് ശരിക്കും എന്താ പറയുന്നത് അതെ ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്ത് പറയുന്നത് നമ്മൾ ആ വീഡിയോ ഇട്ടത് യൂട്യൂബിലാണ്. യൂട്യൂബ് തന്നെ നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ചാനലും ഒഫീഷ്യൽ യൂട്യൂബിന് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും യൂട്യൂബിന് തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെന്നും ഞങ്ങൾക്ക് അന്നാണ് മനസ്സിലായത് തന്നെ. ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് ഒരു മെയിൽ അയക്കും, അല്ല ഇൻസ്റ്റാഗ്രാമിലാണ് അവർ ഫസ്റ്റ് മെസ്സേജ് അയച്ചത്. ഈ പോസ്റ്റ് ഞങ്ങൾ റീപോസ്റ്റ് ചെയ്തോട്ടെ. അപ്പം കാരണം അതിനകത്ത് കുട്ടിയുണ്ട്, ഏവക്കുട്ടനുണ്ട്, അപ്പം പെർമിഷൻ നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുട്ടിയുടെ കാര്യം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവര് കുട്ടി ഒഴിവാക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അതെ, നമ്മളോട് പെർമിഷൻ ചോദിച്ചാൽ അവർ എഡിറ്റ് ചെയ്ത ആ പാട്ടും ആ കുഞ്ഞിനെ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അവരത് അപ്ലോഡ് ചെയ്തത്. അപ്പൊ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ശരിക്കും. നമ്മള് ഈ യൂട്യൂബിലേക്ക് എല്ലാരും വീഡിയോ ചെയ്യാറുണ്ട്, പക്ഷെ യൂട്യൂബ് ഒരു വീഡിയോ എടുത്ത്
പോസ്റ്റ് ചെയ്യാന്നുള്ളത് ഫീൽ പ്രൗഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്ന വിന്ററിലാണ്. വിന്റർ ആയി കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പച്ചപ്പ് ഹരിതാവ്യം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് സമ്മറിൽ നല്ല പച്ചപ്പ് ഹരിതാവ്യമാണ്. അച്ഛ ചെല്ലാനാ കുഞ്ഞു കടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ റോഡിലോട്ട് കയറണ്ട. അതെ ഇവിടെ എന്തോ ഒരു ജീവി പോയിട്ടുണ്ടല്ലോ. ഇതെന്തിന്റെ കാൽപ്പാടാണ്? ആ ഇതെന്തിന്റെ കാൽപ്പാടാണ് ഇങ്ങനെ? മനസ്സിലാവുന്നില്ല. ഇത് ഒറ്റക്കാലുള്ള ജീവിയോ അതോ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുന്നു നമുക്ക്. ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ മാന്, കുറുക്കൻ, പിന്നെ മൂസ്, പിന്നെന്താണ് റാബിറ്റ്. കാൽപ്പാട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ശരിക്കും. ഇങ്ങനെ റാബിറ്റ് ഒന്നും പോകുമ്പോ ഇത്രയും അങ്ങോട്ട് വരത്തില്ല. ഇത് റാബിറ്റ് അല്ലേ? അവിടെ തന്നെയുണ്ടോ? തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ. അതിന്റെ അടിയിൽ ഗ്ലാസ് പോലെ കിടക്കുകയാണ്. അവിടെ ഒരാള് സാഷ്ടാംഗം പ്രണമിച്ചു. നമ്മളെ കയറ്റമല്ലേ? അതെ, നമ്മുടെ കാർ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഇവിടെ ഒരു കയറ്റമാണ്. അപ്പൊ ഇവിടെ നല്ല രസമായി ഇങ്ങനെ വന്ന് ഇങ്ങനെ തെന്നി നീങ്ങാന്. വീഗാലാൻഡ്, ഏമോടെ വീഗാലാൻഡ് ആണ്. വീഗാലാൻഡ് അല്ലല്ലോ, പേര് മാറ്റിയെന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ. വണ്ടർലാ അല്ലേ? നമുക്കിപ്പോഴും വീഗാലാൻഡ് ആണ്. നമ്മുടെ പ്രായത്തിലുള്ളത് വീഗാലാൻഡ് ആയിരുന്നല്ലോ. അപ്പൊ അതെപ്പോഴും അങ്ങനെ വായിൽ വരുത്തുള്ളൂ. അതെ, നല്ല രീതിയിൽ തെന്നുന്ന രീതി കിടക്കുവാണ്. അതെ, അപ്പൊ നമ്മുടെ ബാക്കി കാര്യങ്ങൾ പറയണ്ടേ? ഇപ്പം മലയാളി അസോസിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. മലയാളി അസോസിയേഷൻ ഇല്ലാത്ത ഒരു നാട് കാണത്തില്ല. എവിടെ പോയാലും എല്ലാ അസോസിയേഷനും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു അല്ലേ മലയാളി അസോസിയേഷൻ. എല്ലായിടത്തും മലയാളി അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ട്. നമ്മള് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ടങ്ങ് പോകാറില്ലെന്നേ ഉള്ളൂ. കാരണം എല്ലാം ദൂരമാണ്. നമ്മള് അതെ എല്ലാം സൗത്തിലാണ് കൂടുതലും, നമ്മള് നോർത്തിലാണ്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് പരിചയമുള്ള ആരും ഇല്ല ഇവിടെ. മലയാളീസിനെ അങ്ങനെ നമുക്ക് ഒരുപാട് പരിചയമൊന്നുമില്ല ആരും തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോവാറുമില്ല. അത്രയേ ഉള്ളൂ. എല്ലാരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ എന്തിനാണ് വന്നത്? നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ പണിയെടുത്ത് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ആയിരിക്കും. വർക്കും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരിക്കും. അപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ വലിയ വെക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ നാട്ടിൽ പോകും. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ നമുക്ക് നമ്മുടെ വാനിന്റെ പണി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സമ്മർ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ബിസിയാണ്. ബിസി അല്ലാതിരിക്കുന്ന ഒരു സമയം പോലും ഇല്ല. സമയമില്ല. അതെ, ഇപ്പൊ 2 ആഴ്ചയായി നമ്മൾ ഏകദേശം അന്നയുടെ വീട്ടിൽ പോയിട്ട്. അവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കെൻഡിലും ചില ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, എന്നിട്ട് നമ്മൾ പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജ് ചെയ്തോന്നറിയോ? അവര് കുറെ സാൻഡ് കൊണ്ടിട്ടുണ്ട് അവിടെ. അത് വേണമെങ്കിൽ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇടാൻ വേണ്ടിട്ടാണ്. അതെ, നമുക്ക് ഇവിടെ കാരണം അവരുടെ വീടിന്റെ പുറകിൽ ബീച്ചുണ്ട്, അവിടെ എടുത്തോണ്ട് വരാം. അതെ, അപ്പം നമ്മുടെ വീടിന്റെ വാതിക്കെ കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ഗ്ലാസ് പോലെ കിടക്കുന്ന കണ്ടു. അപ്പം എന്താ പറയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് പോകാനാണ് അവര് പറഞ്ഞത്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഞാനപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു പോയി. ഒരു ഇച്ചിരി മണ്ണിനൊക്കെ വേണ്ടിയിട്ട് വഴക്കിടുന്ന ആൾക്കാരെയൊക്കെ. നല്ലവരും ഉണ്ട്. അതെ, നല്ല ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ചെറിയ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് വഴക്കിടുന്ന ആൾക്കാരെ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു പോയി. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെന്തായാലും നല്ലവരായതിൽ നമ്മള് ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ നല്ലവരാകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നവർ സത്യസന്ധരായിരിക്കാം. അതെ, അങ്ങനെ ആയിരിക്കാം. നമ്മളോട് അത് ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ് എല്ലാവരും പഠിക്കുന്നത്. പലതും പഠിച്ച അനുഭവങ്ങളിൽ നിന്നാണ്. അതെ, അതുകൊണ്ട് തന്നെ കുറച്ച് സെലക്റ്റീവ് ആണ് നമ്മളിപ്പോ എല്ലാ കാര്യത്തിലും. അതെ, അതുകൊണ്ട് ഇവിടെ ഒരാൾ ഭയങ്കര സ്നോയിലെല്ലാം കിടന്ന് കാണുന്നിടത്തെല്ലാം കിടന്ന് സ്നോ ഏഞ്ചലിനെ ഉണ്ടാക്കുവാണ്. റോഡെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അതെടുത്ത് വൃത്തിയാക്കുക, വേഗം ആട്ടെ. എല്ലാം വൃത്തിയാക്കി കൊടുക്കും, വേഗം ആട്ടെ. അയ്യോ, സ്നോ വീഴുന്നുണ്ടോ? നല്ല രീതിയിൽ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സിറ്റിയിൽ താമസിച്ചുള്ളവരായിരുന്നേ. അപ്പൊ ഞങ്ങൾ അയലത്തുകാരെ പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നേ പിന്നെ നമുക്ക് ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ഞങ്ങൾക്ക് അറിയാത്തവർക്ക് പോലും ഞങ്ങളെ അറിയാം. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാവാം എല്ലാ നാട്ടിലും ഗ്രാമപ്രദേശത്തിൽ ഇങ്ങനെ
എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടെ. എല്ലാ ആൾക്കാരും നമ്മളെ വാച്ച് ചെയ്യും. എല്ലാവർക്കും ഇവിടെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചെറിയ ഗ്രാമത്തില്. അപ്പൊ അവരെ ഞങ്ങൾ ഓരോ പരിപാടിക്കൊക്കെ പോകും. ക്രിസ്മസ് പാർട്ടീസ് കണ്ടില്ലേ, ഏവയുടെ വീഡിയോസ് ഒക്കെ കണ്ടില്ലായിരുന്നു. പിന്നെ ഫിഷിങ്, സമ്മറിൽ ഫിഷിങ്ങിനൊക്കെ പോയി നമ്മൾ വ്ളോഗ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇവിടുത്തെ എല്ലാവരുമായിട്ട് ഭയങ്കര എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ശരിക്കും. ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ സിറ്റി ലൈഫ് പ്രത്യേകിച്ചും ആർക്കും വേണ്ടി സമയം കാണത്തില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഞങ്ങളെ അറിയാം, ഏവക്കുട്ടനെ എല്ലാവർക്കും അറിയാം. കൂടുതലും താമസിക്കുന്നത് എന്താണ് ഫാർമേഴ്സും ഒക്കെയാണ്. അവർക്ക് ഫീൽഡ് ഉണ്ട്, പിന്നെ എന്താണ് കുറച്ച് ഫാമുകളുണ്ട്, പശു അത് ഇത് അങ്ങനെ അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ബിസിനസ്മാനാണ്. അതെ, ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അതിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു അഹങ്കാരോ പൊങ്ങച്ചോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. എത്രത്തോളം കൈൻഡ് ആയിട്ടാണ് നമ്മുടെ അടുത്തൊക്കെ പെരുമാറുന്നത് അല്ലേ. പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യണ ഒരു കാര്യമില്ല, എന്നിട്ടും പോലും നമ്മളോടൊക്കെ എത്ര സ്നേഹത്തോടാണ് അവരെല്ലാം പെരുമാറുന്നത്. അപ്പം നമ്മൾ ആലോചിക്കാറുണ്ട്, ഇച്ചിരി എന്തെങ്കിലും ഒരു ഇച്ചിരി പണവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ എന്തോരോ ആൾക്കാരാണ് ഇങ്ങനെ അഹങ്കരിക്കാറുള്ളത് ലൈഫിൽ. പക്ഷെ ഇവരൊക്കെ എത്ര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നറിയാവോ. ഒരുപാട് പ്രത്യേകിച്ച് നമ്മുടെ അന്യ ഫാമിലിയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു അഹങ്കാരം ഒന്നുമില്ല. നമ്മളെയൊക്കെ പോലുള്ള സാധാരണക്കാരെ എത്ര ഇതായിട്ടാണല്ലേ അവര്. അത് മാത്രമല്ല അവര് ആരെ ഒന്നിനും ആശ്രയിക്കത്തില്ല. അതായത് ഇത്രയും വലിയ ഫീൽഡും ഇത്രയും വലിയ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്ന അവര് മാത്രമാണ്. ആർക്ക് അതിനുള്ള മെഷീനറീസ് ഒക്കെ ഉണ്ട്. പിന്നെ വീടുകളിലാണെങ്കിലും അവര് സ്വന്തമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ലാതെ അവര് ഒരു എന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താണ് വേലക്കാരെ വെക്കുകയോ ജോലിക്ക് വേണ്ടി വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എല്ലാ കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഫിൻലാൻഡിൽ ഒരു വേലക്കാരി എന്ന് പറഞ്ഞിട്ട് അല്ലെ സർവന്റ് ആയിട്ടോ കമന്റ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വീട്ടു ജോലിയാണെങ്കിലും മതി. പക്ഷെ ഇവിടെ അങ്ങനെ ജോലികളൊന്നും ആർക്കും കിട്ടത്തില്ല, ആരും ചെയ്യാറുമില്ല അങ്ങനത്തെ ജോലികൾ. പെർമനന്റ് ആയിട്ടൊന്നും വെക്കത്തൊന്നുമില്ല ആൾക്കാരൊക്കെ. ഒരാടെ വീട് ചെന്ന് ക്ലീൻ ചെയ്യുന്ന അതിങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് ഇങ്ങനെ ഏജൻസികളൊക്കെ കാണും, അവരുടെ ത്രൂവിൽ വന്ന് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു ദിവസം വരുന്ന ആളായിരിക്കത്തില്ല പിറ്റേ ദിവസം വരുന്നത്. എല്ലാവർക്കും എന്താണ് സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുമാണ് ഇഷ്ടമുള്ള. ഒത്തിരി ദൂരം പോയി എവിടെ പോവാ, നടന്നു പോവാണ്. ഹലോ നോക്ക എവിടം വരെ പോയി നോക്കിയ വീട് അവിടെയാ, അങ്ങോട്ട് പോകും. നിങ്ങളെന്തോ റോഡ് ക്ലീൻ ചെയ്യും, തിരിച്ചു നടക്കാം, അങ്ങോട്ട് പോ. ഇതുവഴി ഇത് റോഡാണ് കേട്ടോ. ഇവിടെ എപ്പോഴും വണ്ടികളൊന്നും വരത്തില്ല, അത് ഹൈവേ ആണ് പോകുന്നത്. അവിടെ കഴിഞ്ഞ് വണ്ടികളൊക്കെ പോകുന്നത് പോകുന്നുണ്ട്. ഇത് ചെറിയ ബൈ റൂട്ടാണ്, ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും വരത്തില്ല. ഞങ്ങൾ എപ്പോഴും ഏത് ശ്രദ്ധിക്കുമ്പോ അപ്പൊ വണ്ടി വന്നാലും നിർത്തി കൊടുക്കും, അവള് പോകുന്നവരെ നിർത്തി കൊടുക്കും. ണ്ടോ സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ്. ഇയാള് മുന്നേ പോകും, ഇനി അങ്ങോട്ട് മുന്നേ നടക്ക്. അതെ, ഒരു സോഷ്യൽ സർവീസ്. അതെ, കുട്ടികളാണ്, കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്ത് വളരണം. ഇപ്പൊ കുഞ്ഞ് ചെയ്തോണ്ടിരിക്കുവാണ്, നാടിനു വേണ്ടി ഒരു സേവനം. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഡിപ്രഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇരുട്ട് കൊണ്ടും കൂടുതലൊന്നും കൊണ്ടല്ല, ഇവരുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ. അതായത് ഇത്ര വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ 16 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പുറത്തു പോകും, വീട്ടിൽ നിന്ന് മാറി താമസിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ പേരൻസും കാര്യങ്ങളൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ ഇവരെല്ലാം ഒറ്റയ്ക്കായി പോകത്തില്ലേ. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴായിരിക്കാം ചിലർക്ക് ഇങ്ങനെ ഡിപ്രഷനും കാര്യങ്ങളും. പക്ഷെ അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മെന്റാലിറ്റി അല്ലേ. അതെ, എല്ലാ നാട്ടിലും മോശശീലങ്ങളുണ്ട്, വെള്ളവടിയുണ്ട്, ഡ്രഗ്സ് അഡിക്റ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെയും പലരും മോശപ്പെട്ടു പോകുന്നുണ്ട്. അവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അല്ലേ. അതെ, എന്താ ക്ലീൻ ചെയ്യും, അവിടെ ഒരാള് ചുമ്മാ കിടന്നാന്നൊക്കെ വെക്കുന്നു. ശരി, അച്ഛൻ നിന്നേനാ, നടക്ക് നിന്ന് വർത്താനം പറഞ്ഞേനാ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ തെന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഡിപ്രഷനും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ടും കുറച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോരുത്തരുടെ സാഹചര്യം പോലാണല്ലോ. ചില ആൾക്കാർ നല്ല രീതിയിൽ നാട്ടിലൊക്കെ താമസിച്ചിട്ട് വെളിയിലൊക്കെ പോയ ആൾക്കാർ സർവൈവ് ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് മറ്റൊരാളുടെ ലൈഫ് കണ്ട് വിലയിരുത്തരുത് ഒരിക്കലും.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ നല്ലതായിട്ട് കഷ്ടപ്പെട്ട് വളർന്ന ആൾക്കാരാണ് രണ്ടുപേരും. ഞങ്ങൾ രണ്ടുപേരും, ഒരാളല്ല രണ്ടുപേരും. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ജീവിക്കാൻ തുടങ്ങിയത്, നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല, എന്താ പറയുന്നത്, പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ഇപ്പൊ തണുപ്പൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. തണുപ്പ് കണ്ടില്ലേ, ഞങ്ങൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്യും. അങ്ങോട്ട് പോലും ഒട്ടും തണുപ്പെടുക്കത്തില്ല. അങ്ങോട്ട് പോകാതെ, വാതിൽ കുളമാക്കാതെ, അവിടെ നശിപ്പിക്കണ്ട, അവിടെ നല്ലതായിട്ട് കിടക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുന്നത്. വാതിൽ സ്നോ ഒക്കെ വീണ്, ചില ആൾക്കാർക്ക് സ്നോ ഒക്കെ വീഴുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മളൊരു പ്രത്യേകതരം ആൾക്കാരാന്ന് എല്ലാവർക്കും തോന്നുമായിരിക്കും അല്ലേ? അടിപൊളിയാണോ യോക്കുട്ട? സൂപ്പറാണോ? നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ഇനി ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്നുള്ളതാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അപ്പൊ നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അത് ഡിന്നർ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സാൽമൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗ്രില്ല് ചെയ്യാൻ കരുതി. ോട്ടനാണ് ബഹളമായി ഇവിടെ കിടന്ന് അവളെ എടുക്കാനായിട്ട്. ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. പിന്നെ പൊട്ടറ്റോ. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കഴിക്കാന്ന് വെച്ചത്. വൈകിയ കൂടുതലൊന്നും കുക്ക് ചെയ്യാൻ. എന്നും നമ്മള് നാട്ടിലെ രീതിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും, എന്താ പറയുന്നത്, ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തല്ലിക്കൂട്ടി ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. വിനോ പറഞ്ഞത് ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുവാണ്. മുറിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇന്ന് കാര്യം വെറുതെ മുറിക്കാൻ ഇങ്ങനെ എന്നും ഒരേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സുഖമില്ലല്ലോ. എത്ര യൂറോയായിരുന്നു ഇത്? ഇത്രയും 10 യൂറോ. നല്ല വിലയാണ്. ഇത് നമ്മുടെ ഫിനിഷ് സാൽമൺ ആണ്. അതെന്താണ്, റെയിൻബോ ട്രൗട്ട് ആണ്. പിന്നെ വേറെ നോർഡിക് സാൽമണും ഉണ്ട്, അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇത് കുറച്ച് ചീപ്പാണ്. എന്നാലും ഇതിന് ഈ 1/2 കിലോ വേണ്ടേ ഉള്ളൂ. ഇതിന് 10 യൂറോ. ഇത്രയും ഉള്ളതിന് ഞങ്ങൾ രണ്ടോടെ അങ്ങോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ ഇത് തീരാനേ. പിന്നെ ഏവയുണ്ട്, ഏവയും കഴിക്കും. ഏവയ്ക്ക് ഫിഷ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷെ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതാണല്ലോ ഇത്ര എക്സ്പെൻസീവ് കേട്ടോ. ഇതിന്റെ ബോൺസ് എല്ലാം അവർ റിമൂവ് ചെയ്തതാണ്. ഫുള്ളായിട്ട് വാങ്ങിച്ച ഭയങ്കര വലുതായിട്ട് വാങ്ങിച്ച് മുറിച്ചെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ നല്ല ലാഭമാണ്. കിഴങ്ങ് പുഴുങ്ങിക്കൊണ്ടിരിക്കുക. ഏവ ഇവിടെ ഉണ്ട്. ഏവ എപ്പോഴും കാണിക്കണം. എത്ര പ്രാവശ്യം തന്നെ കാര്യം പറയാൻ സമ്മതിക്കില്ല. ആക്ച്വലി എല്ലാവർക്കും ഏവ കണ്ടാലും മതി. എല്ലാരും അങ്ങനെ തന്നെ പറയുന്നു. ഏവ കാണണം. നമ്മൾ ഈ കിടന്ന് ചിലക്കുന്ന വായനച്ചിട്ട് ഒരു കാര്യമില്ല. അവള് വന്നിട്ട് ഒരു സൂപ്പർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതെന്ന് എല്ലാരും പറയുന്നത്. ഇയാളൊന്നും മിണ്ടായിരിക്കാവോ? അച്ഛൻ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മള് വലിയ സാൽമൺ വാങ്ങിക്കാത്ത മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയ്ക്ക് സാൽമൺ ഒന്നും കഴിക്കത്തില്ല, ഇഷ്ടമൊന്നുമല്ല. പിന്നെ കറി വെച്ച് കഴിച്ചാലും ഞങ്ങൾക്ക് അത്രയ്ക്ക് ടേസ്റ്റ് അങ്ങോട്ടില്ല. നമ്മൾ എത്ര നമ്മുടെ നാട്ടിലെ ഫിഷ് ഒക്കെ കറി വെക്കുന്ന പോലെ എത്ര കറി വെച്ചാലും ഞങ്ങൾക്ക് പേഴ്സണലി സാൽമൺ കറി വെക്കുന്ന അത്രയും ഇഷ്ടമല്ല. ഒരു എന്താണ് ഒരു മധുരം പോലത്തെ ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമല്ല സാൽമൺ കറി വെക്കുന്നത്. വല്ലപ്പോഴും ഞങ്ങൾ വെക്കും, അതും വർഷത്തിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ സാൽമൺ കറി വെക്കുന്നതാണ്. പക്ഷെ പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കും. അത് പിന്നെ ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സാൽമൺ. ഞാൻ പറഞ്ഞോണ്ടാണ് എനിക്ക് സാൽമൺ ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ മീനോ അല്ലെങ്കിൽ ഇവിടെ ഈ മത്തി പോലത്തെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് കറി വെച്ചും വറുത്തും ഒക്കെ കഴിക്കും. അവിടെ കൂടുതൽ ഫ്രോസൺ ഫിഷസ് ഉപയോഗിക്കുന്നത്, അയലയും മത്തിയും. ചെമ്പല്ലി അല്ലല്ലോ, എന്താണെന്ന് എന്റെ പേര് സിലോപ്പിയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നത്. അപ്പൊ ഇന്നെന്തായാലും നമുക്കൊന്ന് കഴിക്കാം. നമ്മളെ സിലോപ്പി എന്ന് പറയും, ഇവരത് ഫിലോപ്പി. ഓരോ നാട്ടിലും ഓരോ പേര്. നമ്മുടെ നാട്ടിൽ തന്നെ പല പല പേരുകളുണ്ട് ഇതിന്. അപ്പൊ ഇന്നെന്തായാലും നമുക്ക് സാൽമൺ കുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് മാരിനേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, പിന്നെ ലെമൺ ഉണ്ട്, പിന്നെ നമ്മുടെ റോസ്മേരി ഉണ്ട്, പിന്നെ കുറച്ച് വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ്. ഇത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെ വെച്ചേക്കാണ്. കിളുത്ത് വരുന്നുണ്ട് കേട്ടോ, നല്ലോണം കിളിക്കുന്നുണ്ട്, പൊട്ടി കിളിക്കുന്നുണ്ട്. പിന്നെ കിളിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ പുതിയ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ നാമ്പ് വരുന്നുണ്ട് കേട്ടോ കിളിക്കാനായിട്ട്. അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും. പിന്നെ ഗാർലിക്കും ബട്ടറും അത് മസ്റ്റ് ആണ് കേട്ടോ. ഒലിവ് ഓയിലും കുക്ക് ചെയ്യാം. ഞങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്നത് ബട്ടറാണ്. ആ ബട്ടർ ഈ ഗാർലിക്കും കൂടെ ചേരുമ്പോൾ ഒരു മണോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, അതിനായിരുന്നു ഉമ്മ തന്നെ അല്ലേ? അവക്ക് മുട്ടായി കൊടുക്കണം. മുട്ടായി കണ്ടു, അപ്പൊ അതിനാ ഉമ്മ വന്നത്. കണ്ടില്ലേ, കാര്യം സാധിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇനി മുട്ടായി വേണ്ട, 2 മുട്ടായി തിന്നില്ലേ ഏവാ? കൈ വായിന്നെടുക്ക്. അയ്യേ, എല്ലാരും കാണും. ഗുഡ് ഗേൾ അല്ലേ ഏവാ? ഏവാ ഗുഡ് ഗേൾ അല്ലേ? സാരമില്ല, എല്ലാ നിർബന്ധങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കല്ലേ കേട്ടോ. അപ്പൊ അവര് കുറച്ച് കഴിയുമ്പോ ഇങ്ങ് വന്നോളൂ. ഞങ്ങളങ്ങനെയാണ്, എല്ലാം ഒന്നും
സാധിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഗാർലിക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ക്രഷ് ചെയ്ത് എടുത്തു. ആയതിക്ക് ഉമ്മ വേണ്ട പന്ന, ആയതിക്ക് ഉമ്മ വേണ്ട, ആയതിക്ക് ഉമ്മ വേണ്ട, ആയതിക്ക് ഉമ്മ വേണ്ട. അതേ എന്റെ ഉടുപ്പൊക്കെ പിടിച്ച് വലിച്ചു പറിക്കുന്നു. ആയതിക്ക് ഉമ്മ വേണ്ട. ഉടുപ്പിനകത്ത് കയറിയേ. ഏവാ 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 എവിടെ ഏവാ കണ്ടേ? അമ്മാന്ന് വിളി. ആ അമ്മ. ആയിത്തിയല്ല അമ്മ. അമ്മ ദേണ്ടേ അമ്മ ആയിത്തി എന്തൊക്കെയാണോ വിളിക്കുന്നത്? ഡേ കെയറിലെ പോലുള്ള ശീലമാണ് ഈ ആയിത്തി ആയിത്തി വിളിക്കുന്നത്. അവിടെ എല്ലാ പിള്ളേരും അമ്മ ആയിത്തി വിളിക്കുന്നത്. കരയുമ്പോഴിങ്ങനെ ആയിത്തിന്ന് വിളിച്ച കരയുന്നത് ഇംഗ്ലീഷ് പിള്ളേർ. അങ്ങനെയാണ് ഈ ശാരി എന്താണ് ആയിത്തി ആയിത്തി വിളിക്കുന്നത്. പക്ഷെ എന്നെ അമ്മയാണ് വിളിക്കില്ലേ? പക്ഷെ എന്നെ എപ്പോഴാണ് അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇസാന്ന് വിളിക്കും വല്ലപ്പോഴും. അപ്പൊ നമ്മളത് ഗാർലിക് ഇങ്ങനെ വരയിട്ടെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്താ ആയതിക്ക് ഉമ്മ വേണ്ട, ആയതിക്ക് ഉമ്മ വേണ്ട. ഭയങ്കര ഷോപ്പിംഗ്. അത് കാര്യം സാധിച്ചെടുക്കാണ് ഷോപ്പിംഗ്. ഷോപ്പിംഗ് ഞാൻ കാണിച്ചില്ല, അത് ഹൈഡ് ചെയ്ത് വെക്കണം കേട്ടോ. അച്ഛ അത് ഇവിടെ തന്നെ എടുത്ത് വെച്ച് കാണുക. കുറച്ച് കൃഷി ചെയ്ത് കുരുമുളക് ചേർക്കുന്നുണ്ട്. നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് 1 കിലോ കൊണ്ട് കൊണ്ടുവന്നായിരുന്നു. വീട്ടിലെയാ? വീട്ടില് കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് 1 കിലോ കൊണ്ടുവന്നേ. എല്ലാ പ്രാവശ്യവും നമ്മള് വീട്ടിൽ നിന്ന് കുരുമുളക് പിന്നെ സ്പൈസസ് എല്ലാം നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നാട്ടിൽ പോകുമ്പോ എന്തായാലും കുറച്ച് ഏലക്കായും അതും ഇതും എല്ലാം കൊണ്ടുവരും. ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട്, അതിന് മണം പോലും പോയിട്ടില്ല. അങ്ങനെ ഫ്രീസറിൽ വെച്ചോണ്ടല്ലേ. അതെ. പക്ഷെ പിന്നെ നമ്മൾ ഇതിന് ഉണങ്ങിയ തേങ്ങ കൊണ്ടുവന്നിരുന്നത് അത് നമുക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാനൊക്കത്തില്ല. ജസ്റ്റ് തീയൽ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ ഒരു സാധനത്തിന് നമുക്ക് തേങ്ങ ഉപയോഗിക്കാനൊക്കത്തില്ല ഇങ്ങനെ ഉണക്കി കൊണ്ടുവരുന്നത്. അതാണ് അതിനൊരു എണ്ണയുടെ ഒരു ചൊവ്വയൊരു മണം ഉണ്ട്. അത് തീയലിന് പറ്റിയതാണ്. പക്ഷെ തേങ്ങ അരച്ച് മീൻകറി ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അല്ലെ വറുത്തരച്ച് അങ്ങനെ വെക്കണം. വറുത്തരച്ച കറികൾക്ക് പറ്റിയതാണ്. അതെ. പിന്നെ നമ്മളിതേ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് തേങ്ങ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് മുറിച്ചെടുത്ത് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴും നമുക്ക് ഇവിടെ ഫ്രഷ് തേങ്ങ അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് കണ്ടില്ലേ, മിക്കപ്പോഴും ഇത് തായ്ലാൻഡിൽ നിന്ന് വരുന്ന തേങ്ങയാണ് കേട്ടോ. തായ്ലാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒറിജിൻ. അപ്പം മിക്കപ്പോഴും നമുക്ക് എന്താണ് മോശം തേങ്ങ കിട്ടാറുണ്ട്. ഇപ്പൊ ഒരു 3-4 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാല് അത് 1-2 എണ്ണം കേടായിരിക്കും. ഇത് ഫ്രഷ് ആയിട്ട് വന്നതാണ്, നമുക്ക് അറിയാമല്ലോ. കാരണം നമ്മളിങ്ങനെ ഷോപ്പിൽ പോയി കുലുക്കി നോക്കും. പലരും ഞാൻ ഷോപ്പിൽ പോയി ഇങ്ങനെ കുലുക്കി നോക്കുമ്പോ എന്നെ നോക്കാറുണ്ട് ഇവരെന്ത് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മളൊരു 3-4 എണ്ണം ആദ്യം സെലക്ട് ചെയ്തെടുക്കും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മള് നാട്ടിൽ തേങ്ങയൊക്കെ കണ്ടു വളർന്നവരാണ്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം ഏതാണ് മോശമെന്ന്. എന്നാലും എത്ര സെലക്ട് ചെയ്തെടുത്താലും ചില സമയങ്ങളിൽ ഇത് മോശമല്ല, അതിലൊരു മണമുണ്ട്, ഒരു എണ്ണയുടെ ഒരു കനച്ച മണം പോലെ ഒരു തേങ്ങ. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 ദിവസം മുന്നേ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കും നല്ല തേങ്ങ കിട്ടി. അപ്പൊ അതിൽ നിന്ന് തന്നെ എടുത്തോണ്ട് വന്നതാണ് ഇത് 2 എണ്ണം കൂടെ എക്സ്ട്രാ. ഞങ്ങൾ 5 എണ്ണം വാങ്ങിച്ചായിരുന്നു. 5 നല്ലതായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോയപ്പോ ഞാൻ 2 എണ്ണം കൂടെ വാങ്ങിച്ചു. എപ്പോഴും കിട്ടണമെന്നില്ല. കാരണം ഇന്നലെ നമ്മള് ചമ്മന്തിയൊക്കെ അരച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ലൈമ് വെച്ച് കൊടുക്കാം. കിഴങ്ങ് അതേ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. കിഴങ്ങ് അങ്ങനെ ഞങ്ങൾ കഴിക്കാറേ ഇല്ല. ഏവയാണെങ്കിലും മിക്കപ്പോഴും കഴിക്കും. കേരളത്തിലൊക്കെ എപ്പോഴും കിഴങ്ങ് പുഴുങ്ങിയതൊക്കെയാണ്. ഞങ്ങൾ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. ഞങ്ങൾക്ക് വല്ലപ്പോഴും മെഴുക്ക് വരട്ടി വെച്ച് കഴിക്കില്ല, സാമ്പാറിലിടും. ഇത് മാത്രമാണ് കിഴങ്ങ് ഉപയോഗിക്കുന്നത്. സോൾട്ട് ഇടുന്നുണ്ടോ ലേശം. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇട്ട് കഴിക്കും അല്ലേ, ആവശ്യത്തിന് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ. ഒരുപാട് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കഴിക്കാം. പിന്നെ നല്ല ഫ്രഷ് റോസ്മേരി, നല്ല മണമാണ്. ഇതിന് എണ്ണ കാച്ചാനൊക്കെ അടിപൊളിയാണ്. അതേ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കിളിച്ചു വന്നിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ പുതിയ 2 കാമ്പ് 2-3 ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ കിളിച്ചോണ്ടേ പിന്നെ ഇത് കുറച്ച് മുറിക്കാനുള്ളതാണ്. സ്റ്റേക്കിനൊക്കെ നല്ലതാണ് റോസ്മേരി. പിന്നെ തലയിൽ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എണ്ണയൊക്കെ കാച്ചാൻ ഉപയോഗിക്കും. പക്ഷെ ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊന്നും ഇല്ല. അവിടെ കണ്ടിട്ടേ ഇല്ല അല്ലേ? അവിടെ ഇല്ല. പക്ഷെ ഇപ്പോഴൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു വാങ്ങിക്കാനൊക്കെ.
പേര് മാത്രമേ ഉള്ളൂ ഡ്രൈ ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഇത്ര ഫ്രഷ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലരുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും, നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. അതെ, അപ്പൊ ഇത് നമുക്കിങ്ങനെ അതിന്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്താ അപ്പൊ നമുക്ക് സാൽമൺ ഗ്രിൽ ചെയ്യാൻ വെക്കാം. മതിയല്ലേ? ഫോയിൽ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ തീർന്നു പോയി, ബട്ടർ പേപ്പറും തീർന്നു പോയി. ഇപ്പൊ നോക്കിയപ്പോഴാണ് രണ്ടും തീർന്നു പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്കിൻ ഇതെല്ലാം ഒട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇളക്കി എടുക്കുമ്പോ ചിലപ്പോ പൊടിഞ്ഞു പോകും. പല കാര്യങ്ങളും ഞങ്ങൾ മറന്നു പോകും, ആവശ്യം വരുമ്പോ മാത്രമേ. കാരണം നമ്മൾ എപ്പോഴും അത് ഉപയോഗിക്കാറില്ല, അതാണ്. റീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം എന്തായാലും. അപ്പൊ അതെ ചെറുതായിട്ട് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബട്ടർ ഇടാനുള്ള സമയമായി. നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കും. ഞങ്ങൾക്ക് അതിന്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ കഴിക്കുന്നവരും ഉണ്ട്. നമുക്കിങ്ങനെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ബട്ടർ അതിങ്ങനെ മെൽറ്റ് ആയി അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ആണ്. ഇവിടെ ഒരാൾ വെറുതെ ബട്ടറൊക്കെ കഴിക്കും. അപ്പം ഇട്ട് കൊടുത്തോ. അതെ, ബട്ടർ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നല്ല സ്മെല്ലും കിട്ടി. ഗാർലിക്കും ബട്ടറും കൂടെ അല്ലേ? അതെ, മതി ഒത്തിരി തിന്നണ്ട. അതെ, നമ്മുടെ സാൽമൺ അങ്ങനെ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് അല്ലേ? ശരി, നല്ല അടിപൊളി. അതാ നോക്ക്, ആ മണം മാത്രമല്ല ഗാർലിക്കൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കണ്ടോ, ഉരുകി ഇങ്ങനെ. പിന്നെ ഇതിന് ഓൾറെഡി ഫാറ്റ് ഉണ്ട്. ഓ എനിക്ക് കൊതി വരുന്നേ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ മണം അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നും. പക്ഷെ ഒരുപാടൊന്നും കഴിക്കത്തില്ല, മത്തടിക്കും. അതെ, എന്തായാലും കൊണ്ട് കഴിക്കാം. അതെ, പൊട്ടറ്റോ റെഡിയായി. പൊട്ടറ്റോ ശാരി പൊളിച്ചോണ്ടിരിക്കുക. കുറച്ചേ കഴിക്കുന്നുള്ളൂ, എന്താണെന്നറിയത്തില്ല. സാധാരണ ഞങ്ങൾ ഒരുപാട് കഴിക്കുന്നവരാ. കണ്ടോ, ഇങ്ങനെ ഇളക്കി എടുക്കാൻ കുറച്ച്. അതെ, വാല് എനിക്ക് തല ഇരിക്കുമ്പോ വാലടുത്ത് ഏവയ്ക്കില്ല മുള്ളു കൊടുക്കും. ഏവയ്ക്ക് നാട് കഷ്ണം നല്ലോണം വെന്തിങ്ങനെ ചുടിച്ചു കൊടുക്ക. അപ്പൊ ഏവക്കൂട്ടം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചെറിയൊരു സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊട്ടറ്റോ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ലേ, ഇത് പാക്കറ്റിൽ കിട്ടുന്ന സോസ് നമ്മൾ റെഡിയാക്കി എടുത്തുണ്ടല്ലേ? അതെ, റെഡി. എനിക്കിങ്ങനെ വെറുതെ കഴിക്കാനാ ഇഷ്ടം, പിന്നെ വെറുതെ അങ്ങ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അതെ, നമ്മൾ നേരത്തെ സ്റ്റേക്ക് കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു പൊട്ടറ്റോ സ്റ്റേക്കും കൂടെ. ആ പാക്കറ്റ് ഇവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയുള്ളൂ. അതായത് ഇച്ചിരി കഴിച്ചിട്ട് മുക്കിയാൻ കഴിക്കും. ഓ, എനിക്കാണെങ്കിൽ തൊലിയും കൂടെ തിന്നുന്ന ഇഷ്ടമാണ്. ഞാൻ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അത് അങ്ങനെ തന്നെ കഴിക്കും. ഓരോരുത്തരും ഓരോ രീതിയാണ് ഇവിടെ. ഏവക്കൂട്ടനും കഴിക്കുന്നുണ്ട്, തൊലി മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. തൊലി നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തല്ലേ, നല്ലോണം ഉരച്ച് കഴിയതാ. അതെ, അപ്പൊ നല്ല ടേസ്റ്റാ. ഒരാളവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. കൊള്ളാം, സൂപ്പർ. അതെ, സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കടിച്ചു കഴിക്കുന്നു. കൊള്ളാവോ? കൊള്ളാവോ? കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. നമ്മളൊന്നും പറയണ്ട ഇവിടെ ബൈ ബൈ, സ്വന്തമായിട്ടൊക്കെ പറഞ്ഞു കഴിയും. പിന്നെ അല്ല, പോ. ബൈ ബൈ.